ഇടതുപക്ഷ സഹയാത്രികൻ അവൾക്കൊപ്പം ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട മുഖം, വാ തുറന്നാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇതൊക്കെയാണ് രഞ്ജിത്ത് എന്ന സംവിധായകന് ചാർത്തി കിട്ടിയിരുന്ന അഡ്രസ്സുകൾ. എന്നാൽ ഒന്നും രണ്ടുമല്ല 3 പീഡന പരാതികളാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നത്. 2 പീഡന പരാതി ഉയർന്ന രഞ്ജിത്തിന്റെ തനിസ്വരൂപം മലയാളികൾക്ക് മനസ്സിലായിരുന്നു. തുടർന്ന് ഇന്നലെയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ യുവനടിയുടെ പരാതി കൂടി വരുന്നത്. എന്നാലും സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു, ഇപ്പോൾ റിമാൻഡിലാണ്. സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന നടിയുടെ പരാതിയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. സിനിമാ ചിത്രീകരണത്തിനിടെ രഞ്ജിത്ത് കയറി പിടിച്ചു, മാനഭംഗം, ലൈംഗിക അതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ എന്നീ 4 വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ നീക്കങ്ങളെല്ലാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ, DCP അശ്വതി ജിജി എന്നിവർ മാത്രം അറിഞ്ഞൊരു വളരെ നിർണായകമായ ഓപ്പറേഷൻ. പരാതിക്കാരുടെ മൊഴിയെടുത്തത് പോലും അതീവ രഹസ്യമായിട്ടായിരുന്നു. മറ്റു പോലീസുകാരെ ഒന്നും ഇതുമായി ബന്ധപ്പെടുത്താതിരിക്കാൻ കമ്മീഷണറും DCPയും പ്രത്യേകം ശ്രദ്ധിച്ചു. രഞ്ജിത്തിനെ പിടികൂടിയത് സംബന്ധിച്ച വാർത്ത പുറത്തു വരുമ്പോൾ മാത്രമാണ് സത്യത്തിൽ കൊച്ചി സിറ്റിയിലെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും വിവരങ്ങൾ അറിയുന്നത്. അതായത് രഞ്ജിത്തിനെ പൂട്ടണമെന്നും പരാതിക്കാരിക്ക് നീതി ഉണ്ടാവേണ്ടതുണ്ട് എന്നും ഉന്നതരുടെ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല എന്നും ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായി രഞ്ജിത്ത് രക്ഷപ്പെട്ടില്ലെന്നും പോലീസിലെ ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ വിറപ്പിച്ച് സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കിയ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ എന്ന IPS ഉദ്യോഗസ്ഥന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന പീഡന പരാതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ അതിവേഗ നടപടികളുമായി നീങ്ങിയ കമ്മീഷണറുടെ ശൈലി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എങ്ങനെയാകണം എന്നതിന്റെ കൃത്യമായ പാഠപുസ്തകമാണ്. അവൾക്കൊപ്പം നിൽക്കുന്ന പോരാളിയായും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വക്താവായും സ്വയം വിശേഷിപ്പിച്ചിരുന്ന രഞ്ജിത്തിന് തന്റെ യഥാർത്ഥ സ്വരൂപം നിയമത്തിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വന്നത് കാളിരാജിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടാണ്. കാളിരാജ് അങ്ങനെ നിസ്സാരക്കാരനായ ഒരു വ്യക്തിയൊന്നുമല്ല. ജമ്മു കാശ്മീർ കേഡറിലെ 2005 ബാച്ച് ഉദ്യോഗസ്ഥനായ കാളിരാജ് മഹേഷ് കുമാർ ഒരു കാലത്ത് താഴ്വരയിലെ ഭീകരവാദികൾ ഉറക്കം കെടുത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്കെതിരായ പോരാട്ടത്തിൽ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു. അത്തരമൊരു പ്രക്ഷുബ്ധമായ ഏറ്റുമുട്ടലിനിടയിലാണ് കാളിരാജിന് നേരെ ഭീകരരുടെ വെടിയുണ്ടകൾ പായുന്നത്. 5 വെടിയുണ്ടകളേറ്റ് മരണത്തിന്റെ വക്കിലെത്തിയ അദ്ദേഹം മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. സുരക്ഷാ കാരണങ്ങളാലും ആരോഗ്യപരമായ പരിമിതികൾ മൂലം അദ്ദേഹം എന്ത് ചെയ്തു? കശ്മീർ കേഡറിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് മാറി. തമിഴ്നാട്ടിലെ ഹ്രസ്വകാല സേവനത്തിന് ശേഷം കേരള കേഡറിലെത്തിയ അദ്ദേഹം കോഴിക്കോട് കമ്മീഷണറായും കൊച്ചി റേഞ്ച് DIGയായും തിളങ്ങിയതിനു ശേഷമാണ് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന പദവിയിലേക്ക് എത്തുന്നത്. സിനിമാ ലൊക്കേഷനിലെ ക്യാരവാനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന നടിയുടെ പരാതി അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം കാട്ടിയ ജാഗ്രത ശ്രദ്ധേയമാണ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയത് വഴി ഉന്നതതല ഇടപെടലുകളെ അദ്ദേഹം മുൻകൂട്ടി തടഞ്ഞു. പരാതി നൽകാനെത്തിയപ്പോൾ മാനസികമായി തളർന്നിരുന്നു നടി. ഈ നടിക്ക് വിദഗ്ധ ചികിത്സയും സുരക്ഷിത ബോധവും ഉറപ്പുവരുത്തിയ ശേഷമാണ് മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് പോലും കടന്നത്. കുറ്റവാളിയോടുള്ള കാർക്കശ്യവും ഇരയോടുള്ള അനുകമ്പയും ഒരുപോലെ സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച അതിവേഗത്തിലായിരുന്നു കമ്മീഷണർ നീക്കങ്ങൾ. തന്നേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ആൾക്കെതിരെയാണ് പരാതി എന്നത് നടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. ഇരയുടെ സ്വകാര്യത വെളിപ്പെടുത്താതെ അന്വേഷണം പൂർത്തിയാക്കുക എന്നതായിരുന്നു പോലീസിന് മുന്നിലെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, നിലവിൽ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ചയാണ് എത്തുക. ഒപ്പം ജാമ്യാപേക്ഷയും വന്നെത്തും. അതിനുശേഷമാണ് ആദ്യം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും, അതിനുശേഷം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. രഞ്ജിത്ത് റിമാൻഡിലുമായി, അതായത് രഞ്ജിത്ത് തിങ്കളാഴ്ച വരെയെങ്കിലും ജയിലിൽ കിടക്കണമെന്ന് കരുതി ഉറപ്പിച്ചു തന്നെയാണ് കാളിരാജ് മഹേഷ് കുമാർ നീങ്ങിയത്. എന്തായാലും കാളിരാജ് മഹേഷ് കുമാറിന് നിറഞ്ഞ കയ്യടികളാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെയൊക്കെ ലഘൂകരിക്കാൻ കാളിരാജ് മഹേഷ് കുമാർ കൂട്ടുപിടിക്കുന്നത് ഫോട്ടോഗ്രാഫിയെ കൂടിയാണ്. കോഴിക്കോട് കമ്മീഷണറായിരുന്ന കാലത്ത് പുലർച്ചെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ക്യാമറയുമായി പക്ഷികളെ തേടി അദ്ദേഹം നടക്കുമായിരുന്നു എന്നൊരു കഥയുണ്ട്. ആ നടത്തം യഥാർത്ഥത്തിൽ ഒരു അപ്രഖ്യാപിത പട്രോളിംഗ് കൂടിയായിരുന്നു. പക്ഷികളെയും പ്രകൃതിയെയും ക്യാമറയിൽ പകർത്തുമ്പോൾ ലഭിക്കുന്ന മനഃശാന്തിയാണ് ഔദ്യോഗിക ജീവിതത്തിലെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തനിക്ക് കരുത്ത് നൽകുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കലാകാരൻ കൂടിയാണ് ആ പോലീസ് ഓഫീസർ. നിയമലംഘകർക്ക് മുന്നിൽ എപ്പോഴും ഒരു ഉറച്ച പാറ പോലെ നിൽക്കുകയും ചെയ്യും. പവർ ഗ്രൂപ്പുകളുടെ ഭീഷണിയോ അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനമോ കാളിരാജ് എന്ന ഉദ്യോഗസ്ഥനെ ബാധിച്ചില്ല എന്നത് മലയാള സിനിമയിലെ മാറ്റത്തിന് തുടക്കമായി തന്നെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പാണ്. രഞ്ജിത്ത് ഇടതുപക്ഷ സഹയാത്രികനാണ്. മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇടതുപക്ഷ പാളയത്തിൽ ചരടുനീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അംഗമോ പാർട്ടി അനുഭാവിയോ രഞ്ജിത്തിന് വേണ്ടി സംസാരിച്ചാലോ ഇടപെട്ടാലോ അത് വലിയ പ്രശ്നത്തിലേക്ക് കടക്കുമെന്ന കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇതുവരെ അനങ്ങിയിട്ടില്ല. ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിട്ടും നിശബ്ദത പാലിച്ച നിരവധി ആളുകളുണ്ട്. ഇരയ്ക്ക് ശബ്ദം നൽകാനും കുറ്റവാളി ഇരുമ്പഴിക്ക് പിന്നിലെത്തിക്കാനും കാളിരാജ് IPS സാധിച്ചു എന്നിടത്താണ് അദ്ദേഹത്തിന്റെ വിജയം. ജമ്മുകാശ്മീരിലെ തീ താഴ്വരയിൽ നിന്നും കേരളത്തിന്റെ നഗരഹൃദയത്തിലേക്ക് നീളുന്ന
ഔദ്യോഗിക ജീവിതം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിയമത്തിന് മുന്നിൽ ആരും വലിയവരല്ല. തോക്കിന് പകരം ക്യാമറയും ഭയത്തിന് പകരം നീതിയും കൈമുതലാക്കിയ ഈ ഉദ്യോഗസ്ഥനെന്ന് കൊച്ചിയിലെ കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്ന കാവലാളായി മാറിയിരിക്കുകയാണ്.